ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇത് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ചാർട്ടാണ്. അപ്പം ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയപ്പം ഇന്നത്തെ ഒരു ചാർട്ട് അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ വരച്ച റെസിസ്റ്റൻസ് ലൈനും അല്ലെങ്കിൽ സപ്പോർട്ട് ലൈനുമാണ് ഇതിലുള്ളത്. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ഈ ഒരു റേഞ്ചിലാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇത് ബ്രേക്ക് ചെയ്ത് ഒരു പുൾ ബാക്ക് കിട്ടിയാൽ നമുക്ക് അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെ പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പുൾ ബാക്ക് കിട്ടിയില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പിന്നെ ഒരു പോസ് വന്ന് ഈ ഒരു ലെവലിൽ നിന്നാണ് ഈ ഒരു ലെവലിലാണ് പിന്നെ ഒരു പോസ് വന്നത്. ഇപ്പം ഈ ഒരു ലെവലും കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടുന്ന് ഒരു പുൾ ബാക്ക് വന്നു, ഡൗൺ അടിച്ചു, ഇവിടുന്ന് ഒരു പുൾ ബാക്ക് വന്ന് നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് പോയി. അതല്ല ഇവിടെ നിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവൽ വരത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 7-ാം തീയതി ക്ലോസ് 7-ാം തീയതിത്തെ ഒരു ലോയാണ്. അപ്പോൾ അതുവരെ ഇന്ന് കറക്റ്റായിട്ട് മാർക്കറ്റ് വരികയും ചെയ്തു. ഇപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഒരു ലെവലിലാണ്. ഓപ്പൺ ആയ പാട് തന്നെ നല്ലൊരു സെൽ ഓഫ് വന്നു. സെൽ ഓഫ് വന്ന് ഈ ഒരു സെറ്റപ്പ് ഞാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഒന്ന് ബ്രേക്ക് ചെയ്ത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോയാൽ വീണ്ടും മാർക്കറ്റ് നല്ലൊരു റേഞ്ചിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ബെയറിഷിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഡൗൺ അടിച്ച് കറക്റ്റ് നമുക്കൊരു പുൾ ബാക്ക് കിട്ടി. അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഒരു ലോ വരത്തേക്ക് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത് ഈവൻ ലോയുടെ താഴെയായിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു മൂവ് എന്ന് പറയുന്നത്, ഇന്നലത്തെ ഈ ഒരു മൂവ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എക്സ്പയറി ഡേയിൽ വന്ന ഒരു ഷോർട്ട് കവറിങ് വഴി ഉണ്ടായ ഒരു മൂവാണ്. അത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരു ബെയറിഷിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ക്ലിയർ ആയിട്ട് ഇന്ന് മാർക്കറ്റ് അത് ബെയറിഷിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പം ഇന്ന് നല്ല ആ ഒരു ലെവലിൽ നിന്ന് തന്നെ നല്ല ഒരു സെൽ ഓഫ് വന്ന് വീണ്ടും അത് ക്ലോസ് വന്നിരിക്കുന്നത് ഒരു ബെയറിഷായിട്ട് തന്നെ ക്ലോസിലേക്ക് വന്നു. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഈ കറക്റ്റായിട്ട് ആ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈൻസ് വരച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ കറക്റ്റ് ആ പുൾ ബാക്ക് ഒക്കെ എടുത്ത് ക്ലിയർ ആയിട്ടുള്ള എൻട്രി ആയിരുന്നു. എടുക്കാൻ പറ്റിയവർക്ക് നല്ലൊരു മൂവ് ഇന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. അപ്പം ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ഇന്ന് ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. ഇനിയൊരു അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വരെയൊക്കെ ഒരു 24,400 വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വലിയൊരു റേഞ്ചും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് മെയിനായിട്ടൊരു സപ്പോർട്ട് വരുന്നത് 24,000 വരെയാണ്. അപ്പം അതുവരെ അല്ലെങ്കിൽ ഈ ഒരു 24,200 വരെ എന്തായാലും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇന്നത്തെ ഇപ്പോൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നല്ല ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത്. അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരുന്നത് ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിലാണ് അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരുന്നത്. ഈ ഒരു ലെവലാണ് ഇനി അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരുന്നത്. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ക്ലിയർ ആയിട്ട് നല്ലൊരു അല്ലെങ്കിൽ ഒരു നല്ലൊരു ബെയറിഷിലേക്ക് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പം ഒരു കണ്ടിന്യൂഷൻ തന്നെ നമുക്ക് അടുത്ത ദിവസം എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഇനി 50 മിനിറ്റ്സ് വരച്ചിട്ട് നമുക്ക് നാളത്തെ ലെവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ചാർട്ടാണ്. അപ്പോൾ ചാർട്ടിൽ നമ്മൾ വരയ്ക്കാൻ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ് നോക്കുമ്പോൾ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 24,500ലാണ്. ഇപ്പോൾ 24,500 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 24,600ലാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൾ റേറ്റിംഗ് ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. പുട്ട് റേറ്റിംഗ് വളരെ കുറവാണ്. പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 24,000ലാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 24,300ലാണ്. അപ്പോൾ നോക്കുമ്പോൾ കോൾ റേറ്റിംഗ് വളരെ കൂടുതലും പുട്ട് റേറ്റിംഗ് കുറവുമാണ്. അപ്പോൾ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ഓരോ സ്ട്രൈക്ക് പ്രൈസിലും റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ സപ്പോർട്ട് വീക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകാനുള്ളതിനേക്കാളും മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ആയിട്ട് കൂടുതലായിട്ടാണ് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ OI ചേഞ്ച് നോക്കുകയാണെങ്കിലും OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 24,500ലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 24,600ലാണ്. അതുപോലെ തന്നെ
കോൾ റേറ്റിംഗ് കുറച്ചെങ്കിലും കോൾ റേറ്റിംഗ് നടക്കുന്നത് 24,300ലാണ്. അപ്പോൾ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത് 24,300 ആണ് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത് ഈ 24,300 ആണ്. അപ്പം ഞാൻ ഈ ഒരു ചാർട്ടിൽ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ലെവൽ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് വ്യാഴാഴ്ച 7-ാം തീയതി വന്ന ഒരു ലെവലാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ ഒരു ലെവലാണ് ഇത്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ്. അപ്പോൾ ഇതൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു മെയിൻ ആയിട്ട് വരുന്ന ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ 24,200 ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മളിപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 24,300 എന്നുള്ളത് ഒരു നല്ല ഒരു സപ്പോർട്ട് ലൈൻ ആയിട്ട് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഞാനത് വരയ്ക്കുന്നില്ല, ആ ഒരു ലെവലും കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പം അതിനുശേഷം മെയിൻ ആയിട്ട് ഒരു റൗണ്ട് ലെവലായിട്ട് വരുന്ന ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 24,000ലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല അത് 24,000 എന്ന് പറയുന്ന നല്ലൊരു റൗണ്ട് ലെവലും കൂടിയാണ്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ലെവലും കൂടിയാണ് ഈ 24,000 എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ട് തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് റെസിസ്റ്റൻസ് സോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ഈ ഒരു 24,500 എന്ന് പറയുന്നത് നല്ല ഒരു കോൾ റേറ്റിംഗ് വന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചാർട്ടിൽ ഈ ഒരു ലെവലും കൂടി മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോൺ എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് തന്നെ നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 25,500 കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ 24,600. അപ്പോൾ ഞാൻ ഈ ഒരു ലെവൽ ചാർട്ട് നോക്കിയിട്ട് ഈ ഒരു ലെവലിനെയും കൂടി നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 300 കൂടി ജസ്റ്റ് 300ൽ നല്ലൊരു കോൾ റേറ്റിംഗ് നടക്കുന്നത് കൊണ്ട് ആ 300 കൂടി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ആണ്. ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ എല്ലാം കൂടി മാർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്യാണ്. ഇനിയിപ്പോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 7-ാം തീയതി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ അന്ന് ഈ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് നല്ലതായിട്ട് മുകളിലേക്ക് പോയത്. അപ്പം ആ മാർക്കറ്റ് മൂവ് എന്ന് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇത് നല്ലൊരു ഷോർട്ട് കവറിങ് തന്നെയാണ് സംഭവിച്ചത്. ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ലോങ് കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് പോസായി ലോങ്ങിലേക്ക് ഒരു സെന്റിമെന്റിൽ ഒരു ബുള്ളിഷ് സെന്റിമെന്റിൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ആയത് മുതൽ നല്ലൊരു സെൽ ഓഫ് ആണ് വന്നത്. അപ്പം ഈ ഒരു ലെവൽ വരെ അത് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ അടിക്കുകയും ചെയ്തു. അപ്പം മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് തന്നെ ഒരു ബെയറിഷ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പൊ തിങ്കളാഴ്ച ഓപ്പൺ ആവുന്നത് ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണെങ്കിൽ ഇവിടെ ഒരു പുൾ ബാക്ക് എടുത്ത് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ താഴേക്ക് തന്നെ പോകാനാണ് ചാൻസ് കൂടുതലും. അപ്പം ഇതാണ് ഒരു ഗ്യാപ്പ് ഡൗണിന്റെ ഒരു സെറ്റപ്പ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ലെവലിനെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പൊ ഇതിനെ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ പോലെ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അതല്ല ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആവുന്ന ഈ ഒരു റേഞ്ചിൽ തന്നെയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഓരോ സപ്പോർട്ടിലും ഓരോ റെസിസ്റ്റൻസിലും ഇപ്പം ഇവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ സപ്പോർട്ട് മീൻസ് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും ഈ അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആവാനാണ് ചാൻസ് കൂടുതലും. അതല്ല മാർക്കറ്റ് മുകളിലേക്ക് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ലോങ്ങും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ലൊരു ലോങ് കിട്ടണമെങ്കിൽ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു ലോങ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ 24,600 ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് മാർക്കറ്റ് ഒരു മാർക്കറ്റ് ഒന്ന് പോസായി ഡൗൺ അടിച്ചുകൊണ്ടിരിക്കുന്ന
മാർക്കറ്റ് ഒന്ന് പോസ് ആയിന്നെങ്കിലും പറയണമെങ്കിൽ ഈ ഒരു ലെവലെങ്കിലും ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതുവരെ ഷോർട്ട് തന്നെയാണ് നമുക്ക് ട്രെൻഡ് വൈസ് നോക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് വരുന്നത്. ലോങ് നോക്കണമെങ്കിൽ അത് ഈ ഒരു റേഞ്ചെങ്കിലും, നല്ല ലോങ് പോകണമെങ്കിൽ ഈ ഒരു റേഞ്ചെങ്കിലും ബ്രേക്ക് ചെയ്ത് ക്ലോസ് വന്നാലാണ് മാർക്കറ്റ് ഒന്ന് പോസ് ആയി അല്ലെങ്കിൽ ഒരു സെന്റിമെന്റൽ ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ഓരോ കോമ്പിനേഷൻസ് വരുന്നത്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഡൗൺ അടിച്ച് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻട്രി കിട്ടും. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ലെവല് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് പുൾ ബാക്ക് എടുത്ത് പോകുമ്പോഴാണ് നമുക്ക് നല്ല ഒരു മൂവ് കിട്ടുക. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ലോങ് റേഞ്ചിൽ ഒന്ന് റേഞ്ച് ബൗണ്ട് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് തിങ്കളാഴ്ച വരാനുള്ള പോസിബിലിറ്റീസ്. ഇപ്പം മാർക്കറ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പം ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഇപ്പം 50 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓവറോൾ മാർക്കറ്റ് നല്ല ഡൗൺ ആണ്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് ട്രൈ ചെയ്തു, ബയേഴ്സ് ഒന്ന് ട്രൈ ചെയ്തു, പക്ഷെ വീണ്ടും ആ ഒരു ലെവലിലേക്ക് തന്നെ വീണ്ടും മാർക്കറ്റ് എത്തിയിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറയുന്നത്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ് സ്കാനിലാണ്. ഇപ്പൊ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 55,500ലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പുട്ട് റേറ്റിംഗ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 55,000ലാണ്. അപ്പോൾ ഒ എ ചേഞ്ച് നോക്കുകയാണെങ്കിലും 55,000ലാണ് ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഇപ്പം കറണ്ട് പ്രൈസിൽ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 55,500ലാണ്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിലും കോൾ റേറ്റിംഗ് ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് പുട്ട് റേറ്റിംഗിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓവറോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല ഡൗൺ തന്നെയാണ്. നല്ല കുറെ ദിവസമായിട്ട് നല്ല കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോവർ ലോ ഫോം ആയിക്കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് നല്ല ഡൗൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലെവലിൽ മാത്രമാണ് മാർക്കറ്റ് ഒന്ന് ട്രൈ ചെയ്ത് അല്ലെങ്കിൽ ബയേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് മുകളിലേക്ക് പോകാൻ. പക്ഷെ ഈ ഒരു ലെവലിൽ ക്രോസ് ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. വീണ്ടും നല്ലൊരു സെൽ ഓഫ് വന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഈ മിനിഞ്ഞാന്നത്തെ അല്ലെങ്കിൽ 7-ാം തീയതിത്തെ ക്ലോസിന് താഴെയാണ്. അല്ലെങ്കിൽ 7-ാം തീയതിത്തെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ലോയിന് താഴെയാണ് ഇന്നലത്തെ ഒരു ക്ലോസ് വന്നിരിക്കുന്നത്. അതായത് നല്ല മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ബേറിഷ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ നോക്കുകയാണെങ്കിൽ ചാർട്ടിൽ തന്നെ ഈ 55,000 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു. ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിരുന്നു ഈ 55,000 എന്ന് പറയുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ആയിരുന്നു. പക്ഷെ ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണിന് കട്ട് ചെയ്തിട്ടാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം 1 hour ചാർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പം 1 hour ചാർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അടുത്തൊരു മെയിൻ ലെവൽ എന്ന് പറയുന്നത് ഒരു 55,600 ആണ്. പിന്നെ അടുത്തൊരു സപ്പോർട്ട് സോൺ ആയിട്ട് വരുന്നത്. അപ്പം അടുത്തൊരു സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈ 24,600ൽ നമുക്ക് ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 24,500 തന്നെയാണ്. അപ്പം ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഒരു സപ്പോർട്ട് സോൺ. നമ്മൾ ഇനിയിപ്പം 50 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് അടുത്തൊരു മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 55,600 ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഒന്ന് ബയേഴ്സ് ഒന്ന് ട്രൈ ചെയ്തത് മുകളിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷെ ഇവിടുന്ന് സെല്ലേഴ്സ് നന്നായിട്ട് സെല് ചെയ്ത് മാർക്കറ്റിനെ ഡൗൺ അടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ബയേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത ഒരു ലെവലാണിത്. അപ്പം ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് റൗണ്ട് ലെവൽ ആയിട്ടുള്ള 56,000 ആണ്. ഇതാണ് പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നത് ഈ 56,000 ആണ്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. നാളെ ഇപ്പം അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഈ ഒരു ലെവലിന് താഴെയാണെങ്കിൽ, ഈ ഒരു ലെവലിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൗണ്ട് ലെവലും കൂടിയാണ് ഈ 55,000 താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, താഴെ ഓപ്പൺ ആയി നമുക്കൊരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ, ഇവിടെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും
ഡൗണിലേക്ക് പോവുകയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരു ബെയറിഷ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. അല്ലെങ്കിൽ അടുത്ത ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഓപ്പൺ ആവുക എന്നുള്ളതാണ്. ഈ ലെവലിൽ ഓപ്പൺ ആവുക, അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആയി ഈ ഒരു ലെവല് 55,000 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ഒരു പുൾ ബാക്ക് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിലും മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്നാണ് നല്ല സെൽ ഓഫ് ഇന്നലെ വന്നത്. അപ്പൊ ഈ ഒരു ലെവല് ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു മാർക്കറ്റ് ഒരു ഒന്ന് പോസ് ആയിന്നെങ്കിലും നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ലെവലായിട്ടുള്ള ഈ റൗണ്ട് ലെവലായിട്ടുള്ള 26,000 വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആയി ഈ ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടുന്ന് സെൽ ഓഫ് വരാനുള്ള ചാൻസും ഇവിടുന്ന് ബയേഴ്സ് എൻ്റർ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് റേഞ്ച് ബൗണ്ട് ആയിട്ട് റേഞ്ചിനുള്ളിൽ ഇപ്പൊ സ്നാഡിലൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇതിന്റെ ഉള്ളിലാണെങ്കിൽ കിട്ടും. അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഇതിന് താഴേന്ന് പുൾ ബാക്ക് എടുത്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വീണ്ടും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ഒരു ലോവർ ലോ ഫോമായി ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ബൗണ്ടിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കണ്ടീഷനാണ് ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ്. അപ്പൊ ഇതൊക്കെയാണ് 3 മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസ് ബാങ്ക് നിഫ്റ്റിയിൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പം ഈ ഓരോ ലെവൽസും, ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് താഴേക്ക് പോകാനാണെങ്കിലും ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകാനാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 റേഞ്ചുകളാണ്. അപ്പം ഈ ലെവൽ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നല്ല ലോങ് അല്ലെങ്കിൽ ഷോർട്ട് നോക്കുക. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല ഡൗൺ തന്നെയാണ്. മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നതും നല്ല ബെയറിഷ് ആയിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നതും. അതുപോലെ തന്നെ ക്ലോസ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ 55,000 ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഈ ഒരു കണ്ടിന്യൂഷൻ എന്തെങ്കിലും ഒരു പോസ് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ 55,000 മുകളിലെങ്കിലും മാർക്കറ്റ് പോകണം. ഇതിന് താഴെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പോവുകയാണെന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ഒരുപാട് അറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് ന്യൂസ് ഇപ്പം വരുന്നുണ്ട്. ആ രീതിയിൽ ന്യൂസും കൂടി നോക്കിയിട്ടൊക്കെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലെവൽസ് വരുന്നത്. താങ്ക് യു.